തിരുവനന്തപുരം ചിറയൻകീഴിൽ യുവാവ് കുത്തേറ്റ് മരിച്ചു. കടക്കാവൂർ തുണ്ടത്തിൽ സ്വദേശി വിഷ്ണുവാണ് കൊല്ലപ്പെട്ടത്. വൈകിട്ട് 7 മണിയോടെയായിരുന്നു സംഭവം ഉണ്ടായത്. വാർത്തയുടെ വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും ചന്തു ചന്ദ്രശേഖർ കൂടി ചേരുന്നുണ്ട്. ചന്തു, എന്താണ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് എടുത്തിരിക്കുന്ന നടപടി? വിശദാംശങ്ങൾ എന്താണ്? വൈകുന്നേരം 7 മണിയോട് കൂടിയാണ് ചിറയൻകീഴിൽ ഇത്തരത്തിൽ യുവാവിനെ കുത്തി കൊലപ്പെടുത്തിയത്. പ്രധാനമായും ഈ കുത്തിയ വ്യക്തി നിരവധി ക്രിമിനൽ കേസുകളിൽ ഉൾപ്പെട്ട ആളാണെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ഇയാൾക്ക് വേണ്ടിയിട്ടുള്ള തിരച്ചിൽ ഇപ്പോൾ പോലീസ് ആരംഭിച്ചിട്ടുണ്ട്. എന്തായാലും എന്ത് കാരണമാണ് ഈ വിഷ്ണുവിനെ കൊലപ്പെടുത്താൻ ഉണ്ടായത് എന്നത് സംബന്ധിച്ച് പോലീസ് അന്വേഷിച്ചു വരികയാണ്. ഈ വിഷ്ണുവിനെ കുത്തിയതിനു ശേഷം ഈ പ്രതി ഒളിവിൽ പോവുകയായിരുന്നു. കടക്കാവൂർ തേവരുനട സ്വദേശിയായ വിഷ്ണുവാണ് കൊല്ലപ്പെട്ടത്. 26 വയസ്സാണ് വിഷ്ണുവിന്. ആളൊഴിഞ്ഞ ഒരു സ്ഥലത്താണ് വിഷ്ണുവിന്റെ മൃതദേഹം കണ്ടതെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. പ്രധാനമായും വെൽഡിംഗ് ജോലിക്ക് സഹായിയായി പോകുക എന്നതായിരുന്നു വിഷ്ണു. വിദേശത്തായിരുന്നു. അതിനുശേഷം ഈ അടുത്ത കാലത്താണ് നാട്ടിലേക്ക് വന്നത്. ഇവർ തമ്മിൽ എന്തെങ്കിലും തരത്തിൽ ശത്രുതയുണ്ടായിരുന്നോ, എന്ത് കാരണം കൊണ്ടാണ് വിഷ്ണുവിനെ കൊലപ്പെടുത്തിയത് എന്ന് തുടങ്ങിയ കാര്യങ്ങളെല്ലാം പോലീസ് പരിശോധിച്ചു വരികയാണ്. ആറ്റിങ്ങൽ ഡിവൈഎസ്പി മഞ്ജുലാലിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇപ്പോൾ ഇതിന്റെ അന്വേഷണം ഏറ്റെടുത്തിരിക്കുന്നത്. സ്പെഷ്യൽ ബ്രാഞ്ച് ഡിവൈഎസ്പി ഉൾപ്പെടെ ഉള്ളവർ ഈ സ്ഥലത്തെത്തി പരിശോധന നടത്തി. അതിനുശേഷം പ്രതിക്ക് വേണ്ടിയിട്ടുള്ള തിരച്ചിൽ ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. പ്രതി ഓട്ടോ ജയൻ എന്ന വ്യക്തിയാണ് പ്രതി എന്നിപ്പോൾ പോലീസ് സംശയിക്കുന്നത്. ഇയാൾ നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ്. ഇയാൾക്ക് വേണ്ടിയിട്ടുള്ള തിരച്ചിൽ ഇപ്പോൾ പോലീസ് വ്യാപകമാക്കിയിട്ടുണ്ട്. ശരി, തിരുവനന്തപുരത്ത് നിന്നും ചന്തു ചന്ദ്രശേഖരാണ് വിവരങ്ങൾ പങ്കുവച്ചത്.